ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റൊരു വിഷമം ഉണ്ടാവും, ഞാൻ സംശയമൊന്നുമില്ല. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല, അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് പറയുന്നത്, കുടുംബത്തിനെ പറ്റി പറയുന്നത്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും, അവനും അതുപോലെ ഒരില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, എത്രമാത്രം എൻ്റെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരു ഒരാളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല. അതൊക്കെ ഞാൻ പഠിച്ചത് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന്. ഏത് ശത്രുക്കളൊക്കെ ഈ അപ്പുറത്തെ ടൗണിൽ ഇരുന്ന് പബ്ലിക് മീറ്റിൽ തെരുവച്ചിട്ട് അന്നേരം ഇങ്ങോട്ട് കയറി സഹായം അച്ചാച്ചനറിയാം, പോട്ടെ ചെയ്യാം. അങ്ങനെയല്ലേ നമുക്ക് അവനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയൂ, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. എല്ലാവർക്കും ഓരോരുത്തർക്കും ആ ഹൃദയം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് ഈസി അല്ല. അപ്പോൾ അതാണ് നമ്മൾ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു വളരെ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തേരെ നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. ഇപ്പം താങ്കൾ കാണുന്ന ഇപ്പം ഞാനുമായിട്ട് നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ തന്നെ പുറത്ത് കാണുന്നതും അകത്ത് കാണുന്നതും സെയിം ആണോ എന്നുള്ളത് ഈ സോഫ്റ്റ് സൈഡ് എന്താ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടേണ്ട. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം വരികയോ അല്ലെങ്കിൽ അതിൽ ഒരു പ്രചരണം നടത്തുകയോ അതെന്തെങ്കിലും ഒരു ബെനിഫിറ്റായിട്ട് എടുക്കാം. ഇത് ജെനുവൻലി എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഹാർട്ടിൽ നിന്നും വരുന്ന, എന്നോട് എൻ്റെ പ്രവർത്തകർ പറയുന്നുണ്ട്, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, അവൻ ഭയങ്കര തെമ്മാടിയാണ്, അവൻ ആ കുറ്റം ചെയ്തു, അവൻ ഒരു ക്രിമിനലാണ്, ഇപ്പോൾ വിളിച്ച് പോലീസിൽ പറയണം. ഞാൻ പറഞ്ഞത് നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ സ്വാധീനം അവിടെ കാണും, പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം, ചില കുറ്റങ്ങൾ ചെയ്തതായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു അമിക്കബിൾ തീർക്കാനുള്ളതുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അനാവശ്യമായി ഇടപെടുന്ന ഒരു കാര്യത്തിൽ എനിക്കില്ല. അത് ജെന്യുവനായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന. അതുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് പൊളിറ്റിക്കലായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്ന ആളാണ്. കാരണം അതൊന്നും ശാശ്വതമല്ല. അത് ഇച്ചിരി കഴിയുമ്പോൾ മാറിയും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. ജോസ് കെ മാണി രാത്രി ഉറങ്ങുമ്പോൾ മദ്യം കഴിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് രാത്രി വിളിച്ചാലും ജോസ് കെ മാണി ഫോൺ എടുക്കുമെന്നൊരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് ഫോണുകൾ എടുത്തിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് അധികം അറിയില്ല. അതായത് മദ്യം കഴിക്കില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എത്തിക്കാത്ത സോഷ്യൽ മീഡിയയിൽ? അതെന്താ ശ്രദ്ധിക്കാത്ത? അതല്ല, ഞാനതാ പറഞ്ഞത്. ഈ വളരെ വ്യക്തമായ ഡെലിബറേറ്റ് ആയിട്ടുള്ള അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്തിക്കുന്നുണ്ട്. നാച്ചുറൽ ആൾക്കാർ വരുമ്പോൾ, കാണുമ്പോൾ, ഇടപെടുമ്പോൾ, ആരെങ്കിലും ഇടപെട്ടിട്ട് ജോസ് കെ മാണി മോശമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ അപ്പുറത്ത് നിൽക്കുന്നയാളും ചിലപ്പം സ്വീകരിച്ചില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെടുത്ത് പരിശോധിക്കുക, ആരെങ്കിലും ഇടപെട്ടയാൾ ഇങ്ങനെ ജോസ് കെ മാണി ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ സുവിനെ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതൊക്കെ എന്താണ് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആൾക്കാരെ, ഒരു വോട്ടർമാരെ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ആ 0.001% നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ? ഏത് രാഷ്ട്രീയക്കാരനും, അത് മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ അത്രയും പൊതുജനങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റീച്ച് വരുന്നതും അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പെട്ടെന്ന് ജനങ്ങൾ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ, അത് ഈ പ്രൊഫഷനിൽ മാത്രമല്ല, ചില സിനിമാ പ്രൊഫഷനിൽ കാണും, ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനിൽ കാണും, ഇല്ലായ്മ ചെയ്യാൻ, പേഴ്സണൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വ്യക്തമായി പണം കൊടുത്ത് കുറച്ചുപേരെ ഇരുത്തി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ നുണ പറഞ്ഞു വരുമ്പോൾ കുറച്ച് അത് സത്യമാണെന്ന് ജനങ്ങൾ ചിലപ്പോൾ തോന്നും. അത് അങ്ങനെ മാറി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ അത് നമ്മളെപ്പറ്റി മാത്രമല്ല, കുടുംബത്തിനെ പറ്റിയും മക്കളെപ്പറ്റി ഒക്കെ അതൊക്കെ വളരെ ഒരു മോശമായ ഒരു ഇതാണ്. അത് ചിലവർക്കത് വലിയൊരു ത്രില്ലായിട്ട് കാണും. അവനെ ഞാനൊന്ന് സൂപ്പാക്കി എന്നുള്ള രീതിയിൽ. അതിലൊക്കെ ഒരു മാറ്റം വേണം. ഏർക്കാടിലെ കുട്ടിക്കാലം, സ്കൂൾ കാലഘട്ടം അതെങ്ങനെയായിരുന്നു?
ഏർക്കാടിലെ കുട്ടിക്കാലം ഇവിടുന്ന് സ്കൂളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഒക്കെ പോകുമ്പോൾ വലിയ പ്രയാസമാണ് ഇവിടുന്ന് വിട്ടുപോകാനുള്ള പ്രയാസം. ഇനി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആൻസ്ലം അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഇവിടെ നമ്മുടെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ആയിരുന്നു ആദ്യമേ ചെന്നപ്പോൾ പ്രൊവിൻഷ്യലാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പേ ചെന്നു. അന്നേരം കുട്ടികളൊന്നും അവിടെ ഇല്ല. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ വരാൻ തുടങ്ങണം. അപ്പോൾ തന്നെ ഹോം സിക്കായി, അയ്യോ വിഷമമായി. പക്ഷേ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം സുഹൃത്ത് ബന്ധുക്കളും വന്നു. പക്ഷെ നല്ലൊരു ഹോസ്റ്റൽ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ, എല്ലാവരും ഹോസ്റ്റലിലാണ്. അപ്പം അവിടെ നിന്ന് പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ അത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, കളികളും മറ്റതും എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരു ഹോസ്റ്റലിൽ. ബ്രൈറ്റ് സ്റ്റുഡന്റ്, ആവറേജ് സ്റ്റുഡന്റ്, ബാക്ക് ബെഞ്ചർ, എന്തായിരുന്നു ജോസ് കെ മാണി? ബാക്ക് ബെഞ്ചും അല്ല ഫ്രണ്ട് ബെഞ്ചും അല്ല. പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറയില്ല. പക്ഷെ ഒരു നമുക്കിപ്പം ഏതെക്കാലം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ആണല്ലോ നമ്മൾ ഡിഗ്രി നോക്കുന്നത്. അതിലെല്ലാം ഡിസ്റ്റിങ്ഷനോടുകൂടി അന്നത്തെ കാലത്ത് നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. ഈ തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രം കൂടെ പഠിച്ച ആളല്ലേ ഏർക്കാട്? അതെ അതെ അതെ. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം ഒരു അലുമിനിയം മീറ്റിനൊക്കെ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. വൺസ് ഇൻ ഒരു 6 മാസം തോറും അല്ലെങ്കിൽ വർഷത്തിലൊന്ന് കൂടാറുണ്ട്. ഇപ്പോഴും ക്ലാസ്മേറ്റ്സ് ആണ്, കോളേജിലുണ്ടായിരുന്നു. അതെല്ലാം ഒരു ആക്ടർ എന്നതിനപ്പുറം ഞങ്ങളൊരു സുഹൃത്ത് ബന്ധംഗമാണല്ലോ അതിനകത്ത് വരുന്നത്. അതിനകത്ത് ആ രീതിയിൽ ഇവരും എല്ലാവരും അങ്ങനെ ഇവിടെ തമിഴ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇവരൊക്കെ. പക്ഷെ ഞങ്ങൾ കൂടുമ്പോൾ എല്ലാം ഒരേ രീതിയിലല്ല. ഇപ്പം ഞാനൊരു MP ആയിട്ട് ഒരിക്കലും അവരെന്നെ കാണാറുമില്ല, പൊളിറ്റീഷ്യനായിട്ടും കാണാറില്ല, ഞാനൊരു ആക്ടറായിട്ടും കാണാറില്ല അവിടെ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ക്രൗഡ് പുള്ളും ഒക്കെ കാണും. പക്ഷെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കും ഇതിനകത്ത്. യുവാക്കളുമായിട്ട് ചേർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ യുവത്വത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിക്കിപീഡിയ പ്രകാരം ജോസ് കെ മാണിക്ക് 60 വയസ്സാണ്. യുവത്വം എത്രമാത്രം ഉണ്ട്? ഫോർ എവർ യങ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. പ്രായം ആലോചിക്കുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറുമില്ല. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുള്ളൂ ഞാൻ ബർത്ത്ഡേക്ക് വല്ലവരും നിർബന്ധിച്ച് വല്ലയിടത്തും കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാറുമില്ല. കാരണം ദാറ്റ് ഗോസ്, അതൊക്കെ ഒരു നമ്പറല്ലേ. എങ്ങനെ പോയി ദിവസം എത്ര സമയം അലോട്ട് ചെയ്യുന്നുണ്ട് വ്യായാമത്തിന്? ഈ ശീർഷാസനത്തിൽ ഒരു ഫോട്ടോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ട്. ഞാനൊരു സാഹസികനാണുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൈലാണെങ്കിലും എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ യോഗയാണ് യോഗ. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലും ഇപ്പം ശ്രീ രവിശങ്കറിൻ്റെ ക്ലാസ്സുകൾക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിന് പോയിട്ടുണ്ട്, യോഗയുടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിച്ച് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ഈ പറഞ്ഞ ബില്ലിയാർഡ്സ്, ഏത് കളിയും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കില്ല, പക്ഷെ ഞാൻ കളിക്കും. ഇപ്പോൾ മനസ്സിലായി. ഈവൻ ഈ പറഞ്ഞ ചീട്ട് കളിയും ക്യാരംസ് ഉൾപ്പെടെ, ചീട്ട് കളിയും ഞാൻ എക്സ്പേർട്ടാണ്. അപ്പോൾ ഏത് കളിയും, ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള, 28 ഉൾപ്പെടെയുള്ള, റമ്മി ഉൾപ്പെടെയുള്ളത്. ഒരാൾ ചോദിച്ചിട്ട് എനിക്കുള്ളൊരു ഇതെന്ന് ചോദിച്ചാൽ ഒരു പിള്ളേരിരുന്ന് അല്ലെങ്കിൽ ആൾക്കാരിരുന്ന് കളിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടമില്ല.